ഹായ് ഓൾ. നമുക്കറിയാം കേരള PSC കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷനുകൾ, അതായത് 5 തസ്തികകളിലേക്ക് ഒരൊറ്റ എക്സാമിനേഷൻ, അതിൻ്റെ ഡേറ്റ് 20/5/2026 ഇനി ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് 5 തസ്തികകളാണ്. ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കാണ്, ബാക്കി മുഴുവൻ മസ്യഫെഡിലേക്കുള്ളതാണ്. എല്ലാ പോസ്റ്റുകളും അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു പോസ്റ്റാണ്. അസിസ്റ്റന്റ് പ്രോഗ്രാമറാണ് അതിനകത്ത് ഒരു തസ്തിക. അങ്ങനെ 2 പ്രോഗ്രാമറുകളുണ്ട്. അത് രണ്ടും വരുന്നത് ഒന്ന് മസ്യഫെഡിലേക്കും ഒന്ന് പ്ലാനിംഗ് ബോർഡിലേക്കുമാണ്. പിന്നീടുള്ളതൊക്കെ മാനേജർ തസ്തികകളാണ്. ഡെപ്യൂട്ടി മാനേജർ, അസിസ്റ്റന്റ് മാനേജർ എന്നിങ്ങനെയുള്ള 3 തസ്തികകളാണ്. ഈ 3 പോസ്റ്റിനും വേണ്ടി കേരള PSC ഒരു എക്സാമിനേഷനാണ് നടത്തുന്നത്. ഒരു എക്സാമിനേഷൻ നടത്തി 3 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 3-ലും ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും അതിനകത്ത് വ്യത്യസ്ത റാങ്കുകളിൽ ടോപ്പറായി വരുമ്പോൾ അതിനുള്ള നിയമന സാധ്യതകളുണ്ട്. ഇനി ഒന്നാമത്തെ റാങ്കിൽ തന്നെ 5 റാങ്കിൽ ഒരാൾ വന്നാലും അയാൾക്ക് ഒരു ജോലി മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 പോസ്റ്റിലുമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും കൃത്യവും വ്യക്തമായൊരു മാതൃകയിൽ പഠിക്കുന്നുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ എല്ലാവരുടെയും പഠനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകേണ്ട അനിവാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും പഠിക്കുകയും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന പോലെ നിങ്ങളും പഠിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വിലയിരുത്താനും അതിലൂടെ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ ഒന്നാമതായിട്ട് എത്താനും കഴിയുകയുള്ളൂ. ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ മാത്രം വന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ആ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും ടോപ്പായിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിയമനം ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു പരമാർത്ഥമാണ്. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു ഓൾ കേരള മോക്ക് ടെസ്റ്റ് നൽകുകയാണ്. അതായത് കേരള PSCയുടെ എക്സാമിനേഷൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ തന്നെ സിലബസ് അതേപോലെ തന്നെ നമ്മൾ മാതൃകയാക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ ഇതിനോടകം നടന്ന PSC പരീക്ഷകളിൽ വന്നിട്ടുള്ള അതേ നിലവാരത്തിൽ അതിനേക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത്. ചോദ്യത്തിൽ അതായത് പരീക്ഷയിൽ പൂർണ്ണമായിട്ടും മോഡറേറ്റ് ലെവലിലും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ ഏറിയ ലെവലിലുമായിരിക്കും ക്വസ്റ്റ്യനുകൾ. അതിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് വരുന്ന പരീക്ഷയെ നിങ്ങൾക്ക് അനായാസേന ക്രാക്ക് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി അതിലുപരി ഈ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ നിലവാരം സ്വയം അളക്കുവാനുമുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മത്സരത്തിൽ നിങ്ങൾക്കുള്ള കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ഓൾ കേരള ലെവലിലാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിലെ കുട്ടികളോടും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏണസ്റ്റ് അക്കാഡമിക്ക് പുറത്തുള്ള കുട്ടികളോട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കേരളത്തിലെ ഒരു മിനി എക്സാം ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് മാത്രം ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുക. ഒരു എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ സീരിയസ്നെസ്സും കൊടുത്ത് തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പഠനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾ അസസ് ചെയ്യുമ്പോഴത്തെ ഗുണം, ഇനി നമ്മുടെ മുമ്പിൽ ആവശ്യത്തിന് സമയമുണ്ട്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അയാളുടെ പഠനത്തിന്റെ നിലവാരം ഉയർത്തി 1-ാം റാങ്കിലേക്കോ 2-ാം റാങ്കിലേക്കോ ഒക്കെ എത്താൻ പറ്റുന്ന മതിയായ സമയമുണ്ട്. കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും ചെറിയ ന്യൂനതകളായിരിക്കാം നിങ്ങളെ കുറച്ച് പിന്നോട്ടേക്ക് അടിക്കുന്നത്. ആ ന്യൂനതകൾ പഠിച്ച് നിങ്ങൾക്ക് പരിഹരിച്ച് മുമ്പോട്ടേക്ക് വരാനുള്ള സമയം ഇനി നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ ഒരു സമയത്തിനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഓൾ കേരള ഗ്രാൻഡ് മോക്ക് ടെസ്റ്റിനെ കൺസിഡർ ചെയ്യാൻ. ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വരുന്ന 28-ാം തീയതി മാർച്ച് സ്റ്റാർട്ട് ചെയ്ത് 31-ാം തീയതി മാർച്ചിൽ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ടൈം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സമയം വേണം നിങ്ങൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ. ഈ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. ആ ഒരു എക്സാമിനേഷൻ തുടങ്ങി പരീക്ഷ കഴിയുന്നവരെ മുഴുവൻ ഫോക്കസും കൊടുത്ത് എഴുതുക. എടുത്ത ശേഷം നമ്മൾ ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വിലയിരുത്താൻ പറ്റും. നിങ്ങൾക്ക് എവിടേക്കാണ് വീക്ക്നെസ് വന്നത്. നമുക്കറിയാം സബ്ജക്റ്റിന് കൃത്യമായ ഡിവിഷൻസും ഉണ്ട്, അതിന് വെയിറ്റേജും ഉണ്ട്. നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് വീക്ക് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്ത ഉത്തരം തെറ്റിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫെയിലിയർ ഉണ്ടായതെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു മോക്ക് ടെസ്റ്റ് സഹായിക്കും. മാത്രവുമല്ല, ഈ ഒരു മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഇത് സംസ്ഥാന തലത്തിൽ തന്നെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്തുവാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ്. ഏതാണ്ട് കേരള PSCയുടെ അതേ മാതൃകയിൽ തന്നെ വിദഗ്ധരായ അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മുടെ വിജയികൾ, പല പരീക്ഷകളിലും വിജയിച്ച വിജയികൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ സക്സസ് എന്ന് പറയുന്നത്
പരീക്ഷകൾ, അതായത് നമ്മൾ നടത്തുന്ന ഓരോ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും പിന്തുടർന്ന് അതിലൊന്നാമതായിട്ട് എത്താൻ അവർ ശ്രമിച്ചിരുന്നു. അവർ റാങ്ക് ലിസ്റ്റിലും ഒന്നാമതായിട്ട് വന്നു. ഇത് തന്നെയാണ് നിങ്ങളുടെയും സക്സസ് മന്ത്ര. അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക, മറക്കണ്ട. എത്രയും പെട്ടെന്ന് ഇതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുക. ഒരു കാര്യം കൂടി പറയാം, ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഏണസ്റ്റ് അക്കാഡമി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് കമ്പ്യൂട്ടർ സയൻസ് MCA ആൻഡ് IT എന്ന് പറയുന്നത്. ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ടും IT-യുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ബുക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു മോക്ക് എക്സാമിനേഷൻ എഴുതുന്ന പോലെ തന്നെ ഇതിൽ നിരവധി പരീക്ഷകൾക്ക് വന്നിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും വ്യത്യസ്ത സ്റ്റേറ്റ് ഗവൺമെന്റുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കൃത്യമായിട്ട് സബ്ജക്റ്റ് വൈസ് ആയിട്ട് സോർട്ട് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷനോട് കൂടിയുള്ള ഒരു ബുക്കാണ്. ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇതിന്റെ ക്വസ്റ്റ്യനും ഓപ്ഷനും അതിന്റെ എക്സ്പ്ലനേഷനും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് നിങ്ങൾ വാങ്ങുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പഠനത്തിന് ഏറെ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ബുക്ക് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനിയും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 780 രൂപയാണ്. അതിനൊപ്പം ചെറിയൊരു കൊറിയർ ചാർജ് കൂടി വരുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അടൂർ നമ്മുടെ ക്യാമ്പസിൽ നേരിട്ട് ഈ ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മറക്കണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ബുക്ക് ഓർഡർ ചെയ്യുക. അപ്പം ഓർഡർ ചെയ്യുവാനും വിശദ വിവരങ്ങൾക്കുമായിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.